നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു പഴയ 5 രൂപ നാണയത്തിന് 72 ലക്ഷം രൂപ വില കിട്ടുമെന്ന് കേട്ടാൽ എങ്ങനെയുണ്ടാകും? ഒരു ലോട്ടറി അടിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഹൈദരാബാദിലുള്ള 74 വയസ്സുകാരന് ഈ സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറി. അദ്ദേഹത്തിന് 72 ലക്ഷം കിട്ടിയില്ല, പകരം സ്വന്തം കയ്യിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. ഇതാണ് പഴയ നാണയങ്ങളുടെ പേരിലുള്ള പുതിയ തട്ടിപ്പ്. സോഷ്യൽ മീഡിയ വഴി ഇന്ത്യയിൽ ഉടനീളം പടരുന്ന ഈ തട്ടിപ്പിലെ അടുത്ത ഇര ഒരുപക്ഷെ നിങ്ങളാവാം. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നിങ്ങളെ ആകർഷിപ്പിക്കുന്ന ഒരു പരസ്യത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. നിങ്ങളുടെ പഴയ നാണയങ്ങൾക്കും നോട്ടുകൾക്കും ലക്ഷങ്ങളും കോടികളും വിലയുണ്ടെന്ന് ഈ പരസ്യങ്ങളിൽ പറയും. വിശ്വസനീയമെന്ന് തോന്നിക്കാൻ RBIയുടെയും യുനെസ്കോയുടെയും ഒക്കെ വ്യാജ ലോഗോകളും ഇവർ ഉപയോഗിക്കും. കൗതുകം കൊണ്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ വളരെ മധുരമായി സംസാരിക്കുന്ന ഒരു ഏജന്റ് ആയിരിക്കും. നിങ്ങളുടെ നാണയങ്ങളുടെ ഫോട്ടോ അയച്ചു തരാൻ അവർ ആവശ്യപ്പെടും. മിനിറ്റുകൾക്കുള്ളിൽ അവർ നിങ്ങളെ തിരികെ വിളിച്ച് ആ സന്തോഷ വാർത്ത പറയും. അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ നാണയത്തിന് 68 ലക്ഷം രൂപ വിലയുണ്ട്. എന്നാൽ അവിടെ നിന്നാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. ഈ വലിയ തുക ലഭിക്കാൻ നിങ്ങൾ ആദ്യം ഒരു ചെറിയ ഫീസ് അടയ്ക്കണം. ചിലപ്പോൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ RBI ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്, അതും അല്ലെങ്കിൽ വേരിഫിക്കേഷന്. തുടക്കത്തിൽ ചെറിയ തുകകളായതുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നില്ല. നിങ്ങൾ ഒരു തവണ പണം അടയ്ക്കും, പിന്നെ ഇൻഷുറൻസിനായി വീണ്ടും, അതിനുശേഷം ടാക്സിനായി മറ്റൊരിക്കൽ. നിങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആയിരങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെട്ടിരിക്കും. അതോടെ ആ ഏജന്റ് അപ്രത്യക്ഷനാകും. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകും. നിങ്ങളുടെ പണവും നഷ്ടപ്പെടും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, സൈബർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ പഴയ നാണയങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല. അതിനാൽ ഈ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, വാങ്ങാൻ വരുന്നയാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷനോ ടാക്സോ പോലെ എന്തെങ്കിലും ആവശ്യത്തിന് മുൻകൂറായി പണം ചോദിച്ചാൽ ഉറപ്പിക്കാം അതൊരു തട്ടിപ്പാണ്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ നാണയം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് പണം തരുകയുള്ളൂ. അതുപോലെ സാധാരണ ഒരു നാണയത്തിന് ലക്ഷങ്ങളോ കോടികളോ വാഗ്ദാനം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ സംശയിക്കണം. അത്തരം വാഗ്ദാനങ്ങൾ അവിശ്വസനീയമാണ്. നിങ്ങളെ ടെൻഷനിലാക്കാനും ഓഫർ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കാനും അവർ ശ്രമിക്കും. ഇതിലൊന്നും വീഴരുത്. RBIയുടെ വ്യാജ ലോഗോകളോ ID കാർഡുകളോ കാണിച്ച് വിശ്വാസം നേടാൻ ശ്രമിക്കുന്നതും തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് പോലുള്ള വ്യക്തിപരമായ രേഖകൾ ചോദിക്കുന്നതും തട്ടിപ്പിന്റെ ലക്ഷണങ്ങളാണ്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഒരുപക്ഷെ നിങ്ങൾ ഈ ചതിക്കുഴിയിൽ പെട്ടാൽ നിശബ്ദരായിരിക്കരുത്. ഉടൻ തന്നെ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിക്കുക. അല്ലെങ്കിൽ cybercrime.government.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി പരാതി നൽകുക. പണം കൈമാറിയതിന്റെ രേഖകളും തട്ടിപ്പുകാരന്റെ ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിക്കുക. ഓർക്കുക, ഒരു വാഗ്ദാനം അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിൽ അത് മിക്കവാറും ഒരു തട്ടിപ്പായിരിക്കും. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വഴികളില്ല. ഈ ഡിജിറ്റൽ കള്ളന്മാരിൽ നിന്ന് നിങ്ങളുടെ സമ്പാദ്യം സംരക്ഷിക്കുക. ഈ വിവരം എല്ലാവർക്കും എത്തിക്കാൻ ദയവായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.